ഹലോ, എല്ലാവർക്കും റംസാൻ മുബാറക്. പിന്നെ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? എന്താണെന്നല്ല ആർക്കും സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഞങ്ങൾ നോമ്പാണ് വിചാരിച്ച് കാര്യമായിട്ട് വലിയ കരിച്ചതും വെച്ചതും ഉണ്ടാക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പാൽവാഴക്ക ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഈ പഴം സാബൂനരി ഇല്ലേ, മറ്റേ ചൊവ്വരി സാബൂനരി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെയൊക്കെ അത് കുറച്ച് വെള്ളത്തിട്ടേക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ മോളെ ഇനി വെള്ളത്തിടാൻ ഏൽപ്പിച്ചിനി. ഓള് കുപ്പിക്ക് തന്നെ വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പം ഇനി പാത്രം എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴത്തെ മക്കളല്ലേ ഒക്കെ ഐഡിയ കണ്ടുപിടിച്ചോളും. അപ്പോൾ ഞാൻ അതിനെ 2 പഴം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാത്രി കഴിക്കുള്ളൂ കേട്ടോ, മക്കൾസൊന്നും തിന്നൂല. അപ്പോൾ ഞാൻ 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ്. ആ പഴത്തിൻ്റെ പച്ചക്കടി മാറുമ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ, പഴം കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പഴം ജസ്റ്റ് ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വാട്ടാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ വാട്ടുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ പുരിയൊന്നും അങ്ങനെ സമൂസ ഉണ്ടാക്കി അങ്ങനെ സംഭവങ്ങളൊന്നും കുറേ ആക്കൂല കേട്ടോ, ഉണ്ടാക്കൂല. പിന്നെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, മക്കളുമില്ല കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കൂല. അപ്പോൾ ഇതാ പഴം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് അതിലേക്ക് ഏലക്ക ജസ്റ്റ് ഒന്ന് കുത്തിയതും പിന്നെ ഉപ്പ് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പഴം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നെയ്യും കൂടി ഇട്ടുകൊണ്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോമ്പിനൊക്കെ എന്താ ഉണ്ടാക്കണമെന്ന് എല്ലാവരും കമൻ്റ് അയക്കണ്ടേ കേട്ടോ. ഇങ്ങനെ പാൽവാഴക്ക ചിലവരൊക്കെ ഉണ്ടാക്കണ, ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. ചിലർ പച്ചക്ക് അങ്ങനെ ഇരിഞ്ഞിട്ടിടലാണ്, അതാകുമ്പോൾ വലിയൊരു ടേസ്റ്റ് വരില്ല. പിന്നെ ആ പാനിക്കനതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുതിരാൻ വെച്ചില്ലേ, കുതിർത്തി വെച്ച ഈ അരി പാൽവാഴക്കല്ലേ ഇതിൻ്റെ സാബൂനരി ഇതിൽക്കിടുക. ഞാനിതിലേക്ക് സേമിയ ഒന്നും ഇടില്ല, ചിലർ സേമിയൊക്കെ ഇടലുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് മതി, ഞങ്ങൾക്ക് ഫസ്റ്റ് നോമ്പല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വേഗം വെന്ത് വന്നിട്ടുണ്ട്. വേകുമ്പോൾ ഒരു വേറെ കളറായി വരും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നുണ്ട്. പാലൊഴിക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ട് വരും. പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് തിളച്ച് വേവണം കേട്ടോ. കുറച്ചൊന്ന് കുറുകണ വരെ നമ്മൾ വെക്കട്ടോ. നമ്മൾ നോമ്പാകുമ്പോൾ ഒരുപാട് സാധനം ഉണ്ടാക്കാതൊക്കെ കേട്ടോ നല്ല. പിന്നെ നമ്മളൊന്നായിട്ട് തിന്ന് നമുക്ക് എണീക്കാൻ കഴിയൂല. പിന്നെ ക്ലീനിങ്ങും പിന്നെ കഴിഞ്ഞിട്ട് നിസ്കാരവും ഒത്തൊക്കെ നിൽക്കും, ഒന്നിനും കഴിയില്ല. അപ്പോൾ കുറേ ഉണ്ടാക്കിയാൽ ഭയങ്കര ക്ഷീണിക്കും, നമ്മൾ തിന്നു വേണ്ട ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ പാൽവാഴക്ക ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ നല്ല തീ കത്തണോണ്ട് ചിക്കൻ കറി അടുപ്പത്ത് ഉണ്ടാക്കണം. പിന്നെ ഞങ്ങളിവിടെ ചായ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ ഈ കൂവപ്പൊടി ഇല്ലേ, കൂവപ്പൊടി നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ അതാ കൂവപ്പൊടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, വെള്ളത്തിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് ഏലക്കായും കുറച്ച് പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ച് ഈ പൊടി നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ പാൽവാഴക്ക തന്നെ കേട്ടോ. പിന്നെ ജ്യൂസ്, വത്തക്ക ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്നും കാണിക്കില്ല കേട്ടോ, കാരണം നമ്മൾ തിരക്കൂട്ടി എടുക്കൊണ്ടുകൊണ്ട് എല്ലാ പണിയും ഒപ്പം എടുക്കൊണ്ട് ഇത്ര എടുക്കണുള്ളൂ. അപ്പോൾ ബൈ ബൈ.